നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ച. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് വീണ്ടും നീട്ടി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്. UPA സർക്കാർ കൊണ്ടുവന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും സ്വഭാവവും മാറുന്നു. പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് മന്ത്രി MP രാജേഷ്. കോടിക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് മോദി സർക്കാർ അഴിച്ചുവിട്ടിരിക്കുന്നതെന്നും മന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കൊല്ലം ജില്ലയിലെ പ്രമുഖ നേതാക്കളുടെ തോൽവി CPM-ൽ ചർച്ചയാകുന്നു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും തോൽവി സംഭവിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പരാജയപ്പെട്ടിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യണം. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് വീണ്ടും നീട്ടി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്. ദ്വാരപാലക കേസിൽ പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് വീണ്ടും നീട്ടി. 14 ദിവസത്തേക്ക് കൂടിയാണ് റിമാൻഡ് നീട്ടിയത്. ദ്വാരപാലക കേസിൽ പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. കേസിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും ഇനിയുള്ള ചോദ്യം ചെയ്യൽ നിർണായകമാണ്. കഴിഞ്ഞ ദിവസമാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയത്. ദേവസ്വം ജീവനക്കാരിൽ നിന്നും മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ നിന്നും മറ്റ് സാക്ഷികളിൽ നിന്നും ലഭിച്ച മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തീർക്കാനാണ് ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിൽ പല പ്രധാന കാര്യങ്ങളും പുറത്തുവരുമെന്നാണ് SIT കരുതുന്നത്. അന്വേഷണം അന്തിമഘട്ടത്തിലെത്തുമ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ഭരണസമിതിയിലെ അംഗങ്ങളുടെയും മൊഴിയെടുക്കും. അതേസമയം കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് ആവർത്തിച്ച ഹൈക്കോടതി. ചെമ്പ് പൊതിഞ്ഞതാണെന്ന് N വാസു ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് കോടതി ചോദിച്ചത്. യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളിയായിരുന്നോ അവയെന്നും കോടതി ചോദിച്ചു. കേസിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വിചാരണ കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഹർജി വിധി പറയാൻ മാറ്റി. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും വിധി പറയാൻ മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. കല്ലുവാതിക്കൽ ഊഴായിക്കോട് സ്വദേശി ഡെരിൻ ദേവസിയാണ് അറസ്റ്റിലായത്. കച്ചവടത്തിനായി കൊണ്ടുവന്ന 9 ഗ്രാം MDMA ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ബംഗളൂരുവിൽ നിന്നും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷം KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കല്ലുവാതിക്കൽ ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അറസ്റ്റ്. കല്ലുവാതിക്കൽ ഊഴക്കോട് സ്വദേശി ഡെരിൻ ദേവസിയെയാണ് MDMA-യുമായി അറസ്റ്റ് ചെയ്തത്. കച്ചവടത്തിനായി കൊണ്ടുവന്ന 9 ഗ്രാം MDMA ഇയാളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ശേഷം KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കല്ലുവാതിക്കൽ ഭാഗത്തേക്ക് വരുമ്പോൾ ചാത്തന്നൂർ തിരുമുക്കിൽ ഇറങ്ങുമ്പോഴാണ് എക്സൈസ് സംഘം ഇയാളെ പിടികൂടിയത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണകുമാറിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇൻസ്പെക്ടർമാരായ K ശ്രീലക്ഷ്മി, രജിത്, പ്രിവന്റീവ് ഓഫീസർ സതീഷ് ചന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജീഷ് ബാബു, ശ്രീനാഥ്, ശ്യാംകുമാർ, മുഹമ്മദ് ഷഹീൻ, മുഹമ്മദ് ഇജാസ്, CEO-മാരായ ട്രീസ, വിഷ്ണു V, നിഷാദ്, രാജ്മോഹൻ, നിഷാദ്, IB ഓഫീസർമാരായ B ദിനേശ്, വിജയകുമാർ, മനു, ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ അപകടം. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. പരിക്കേറ്റ 4 പേരെ റാന്നിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം.
പത്തനംതിട്ട വടശ്ശേരിക്കരയിലാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. പരിക്കേറ്റ 4 പേരെ റാന്നിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. വളവ് തിരിയുന്നതിനിടെ ബസ് മറിയുകയായിരുന്നു. ബസ് കാലിലേക്ക് വീണ് ഒരാളുടെ കാൽ അറ്റുപോയി. 49 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം നിലമേലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ പ്രമുഖ നേതാക്കളുടെ തോൽവി CPM-ൽ ചർച്ചയാകുന്നു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും തോൽവി സംഭവിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ പരാജയം വരും ദിവസങ്ങളിലും CPM-ൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. കൊല്ലത്തെ മേയർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VK അനിരുദ്ധൻ, K സേതുമാധവൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ S പ്രസാദ്, PB സത്യദേവൻ, മുൻ മേയർ രാജേന്ദ്രബാബു എന്നിവരുടെ തോൽവിയാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചയായിരിക്കുന്നത്. കൊല്ലത്ത് മേയർ സ്ഥാനാർത്ഥിയായി CPM അവതരിപ്പിച്ച VK അനിരുദ്ധൻ പാർട്ടി ശക്തി കേന്ദ്രത്തിൽ 27 വോട്ടുകൾക്കാണ് തോറ്റത്. കന്നിമേൽ വാർഡിൽ അനിരുദ്ധനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം ഗൂഢാലോചന നടത്തിയതായി പാർട്ടിക്കുള്ളിൽ പരാതി ഉയർന്നിട്ടുണ്ട്. ചില നേതാക്കൾ പണശക്തികളുമായി ചേർന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് പാർട്ടി അനുഭാവികൾ ഉൾപ്പെടുന്ന പ്രാദേശിക വാട്സാപ്പ് കൂട്ടായ്മകളിൽ പ്രചരണമുണ്ട്. ഈ വാർഡിൽ 2 പ്രാദേശിക നേതാക്കൾ മത്സരിക്കാൻ ആഗ്രഹിച്ചതിനെ അധികാരമോഹമായാണ് അനുഭാവികൾ അവതരിപ്പിക്കുന്നത്. ഇവിടെ വിഭാഗീയ പ്രവർത്തനം നടന്നതായി കാട്ടി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം. ജില്ലാ കമ്മിറ്റി അംഗമായ PB സത്യദേവൻ ജില്ലാ പഞ്ചായത്ത് കുലശേഖരപുരം ഡിവിഷനിൽ പരാജയപ്പെട്ടതിന് പിന്നിൽ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത പ്രധാന ഘടകമായതായാണ് ആരോപണം. കുലശേഖരപുരം, ക്ലാപ്പന പഞ്ചായത്തുകളിലെ CPM ഗ്രൂപ്പ് വഴക്കാണ് തിരിച്ചടിക്ക് കാരണമായത്. ഇവിടെ നേരത്തെ ഒരു പക്ഷത്തുണ്ടായിരുന്ന 2 പ്രാദേശിക നേതാക്കൾ പരസ്പരം പോരടിച്ചതായി പാർട്ടിക്കുള്ളിൽ വിമർശനമുയർന്നിട്ടുണ്ട്. കോർപ്പറേഷനിലെ താമരക്കുളം ഡിവിഷനിൽ മത്സരിച്ച ജില്ലാ കമ്മിറ്റി അംഗം AM ഇക്ബാൽ BJPക്കും പിന്നിൽ മൂന്നാമതായതാണ് മറ്റൊരു പരാതി. ഇവിടെ ചില പാർട്ടി പ്രവർത്തകർ തന്നെ വോട്ട് ചെയ്തില്ലെന്ന് ഒരു വിഭാഗം പറയുന്നു. ഒരു നേതാവിന്റെ മകൾ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ നേരത്തെ ആരോ ആ വോട്ട് ചെയ്തു പോയതായി മനസ്സിലാക്കി. ഇക്കാര്യത്തിൽ ശ്രദ്ധക്കുറവുണ്ടായെന്ന് വിമർശകർ പറയുന്നു. VK അനിരുദ്ധൻ, രാജേന്ദ്രബാബു, S പ്രസാദ് എന്നിവരെ BJP തോൽപ്പിച്ചത് പാർട്ടിക്ക് നാണക്കേടായിട്ടുണ്ട്. തോൽവിയിൽ ഗൂഢാലോചന ആരോപിച്ച് പരാതി നൽകി അന്വേഷണ കമ്മീഷനെ നിയമിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അന്വേഷണത്തിലുള്ള സാധ്യത കുറവാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ആദ്യം ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയായോ സത്യപ്രതിജ്ഞ ചെയ്യണം. സർക്കാർ ഇതിലേക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ മുൻപാകെ വേണം ആദ്യ അംഗം പ്രതിജ്ഞ എടുക്കേണ്ടത്. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ജില്ലാ കളക്ടർമാരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളെയുമാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഡിസംബർ 21-ന് സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്ത് അധികാരമേൽക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ അറിയിച്ചു. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗമോ കൗൺസിലറോ വേണം ആദ്യം സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യേണ്ടത്. സർക്കാർ ഇതിലേക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ മുൻപാകെ വേണം ആദ്യം അംഗം പ്രതിജ്ഞ എടുക്കേണ്ടത്. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ജില്ലാ കളക്ടർമാരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതാത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളെയുമാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മുനിസിപ്പൽ കൗൺസിലുകളിൽ ഇതിനായി നിയോഗിച്ചിട്ടുള്ള വരണാധികാരികൾ വേണം ആദ്യം അംഗത്തെ പ്രതിജ്ഞ എടുപ്പിക്കേണ്ടത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗമായിരിക്കും മറ്റംഗങ്ങളെ സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും പ്രതിജ്ഞയെടുക്കാൻ രേഖാമൂലം അറിയിപ്പ് നൽകും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലുകൾ എന്നിവിടങ്ങളിൽ ഡിസംബർ 21-ന് രാവിലെ 10-നും കോർപ്പറേഷനുകളിൽ 11:30-നുമാണ് സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞാലുടൻ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരും. ഈ യോഗത്തിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കമ്മീഷന്റെ അറിയിപ്പ് സെക്രട്ടറി വായിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കുന്നുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കേണ്ടതും കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്. വയോധികയെ കൊലപ്പെടുത്തി കട്ടിലിനടിയിൽ ഒളിപ്പിച്ച കേസിൽ ചെറുമകനുമായി പോലീസിന്റെ തെളിവെടുപ്പ്.
ചവറ വട്ടത്തറ സ്വദേശി സുലേഖ ബീബിയുടെ കൊലപാതകത്തിലാണ് ചെറുമകൻ ഷഹനാസുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. 3 ദിവസത്തേക്കാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ചവറയിൽ വയോധികയെ കൊലപ്പെടുത്തി മൃതദേഹം കട്ടിലിനടിയിൽ ഒളിപ്പിച്ച സംഭവത്തിൽ ചെറുമകനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. 3 ദിവസത്തേക്കാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അമ്മ മുന്താസിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ചവറ വട്ടത്തറ കണിയാന്റയത്ത് പരേതനായ ഉസ്മാന്റെ ഭാര്യ സുലേഖ ബീബിയാണ് കൊല്ലപ്പെട്ടത്. 63 വയസ്സായിരുന്നു. വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. കാല് ചാക്കിനുള്ളിലേക്ക് കയറ്റിയ നിലയിലായിരുന്നു. സുലേഖ ബീബിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് കട്ടിലിനടിയിൽ മൃതദേഹം കണ്ടത്. പിന്നാലെ സുലേഖ ബീബിയുടെ മകൾ മുന്താസിന്റെ മകൻ ഷഹനാസ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ഷഹനാസ് വീട്ടിൽ പ്രശ്നക്കാരനാണ്. പണം ആവശ്യപ്പെട്ട് വീട്ടിൽ വഴക്കിടാറുണ്ട്. മുന്താസ് സംഭവ സമയം വീട്ടിൽ ഉണ്ടായിരുന്നില്ല. സംഭവം അറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടിയതോടെ വീട്ടിലുണ്ടായിരുന്ന മുന്താസ് ആത്മഹത്യാ ശ്രമവും നടത്തിയിരുന്നു. പോലീസ് എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. SHO നിസാർ, SI ഗിരീഷ്, CPOമാരായ ശങ്കർ, രഞ്ജിത്ത്, അരുൺ ഘോഷ്, രാംകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. UPS സർക്കാർ കൊണ്ടുവന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും സ്വഭാവവും മാറുന്നു. ഇത് സംസ്ഥാനങ്ങളെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. തൊഴിലാളികളുടെയും ഗ്രാമസഭകളുടെയും സംസ്ഥാനങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള ഫണ്ട് വിനിയോഗാധികാരം ഉൾപ്പെടെ നഷ്ടമാകും. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും ആകർഷകമായി നടപ്പാക്കുന്ന കേരളത്തെ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നീക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും S അനിൽകുമാർ ചേരുന്നു. അനിൽ, എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? തൊഴിലുറപ്പ് ഭേദഗതി ബിൽ എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്നത്? തുഷാര, വലിയ ആശങ്കയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തൊഴിലുറപ്പ് നിയമവുമായി ബന്ധപ്പെട്ട ബില്ല് ഉയർത്തുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും രൂപവും സ്വഭാവവും മാറുന്നത് സംസ്ഥാനങ്ങളെ ഏറെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. തൊഴിലാളികളുടെയും ഗ്രാമസഭകളുടെയും സംസ്ഥാനങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള ഫണ്ട് വിനിയോഗ അധികാരം നഷ്ടമാകുമെന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. ഇത് സംസ്ഥാനത്തെ ഏറെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പദ്ധതി ആകർഷകമായി നടപ്പാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികമായി കൂടുതൽ പണം കണ്ടെത്തുക എന്നുള്ളത് സംസ്ഥാനത്തെ വളരെ ഗുരുതരമായി ബാധിക്കും. സാമ്പത്തിക ഭാരം വർദ്ധിക്കുന്നതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള അധികാരം കാർഷിക വിളവെടുപ്പിൻ്റെ മൂർധന്യഘട്ടങ്ങളിൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടന്നെടുക്കുന്നത്, കൂടുതൽ തൊഴിൽ കണ്ടെത്തുക, കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കണ്ടെത്തുക എന്നുള്ളതൊക്കെ ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കും. കാരണം കാർഷിക വിളവെടുപ്പിൻ്റെ പ്രധാന സമയത്ത് മറ്റ് തൊഴിലുകൾ അനുവദിക്കാൻ പാടില്ല എന്ന് ഈ നിയമത്തിൽ പ്രത്യേകമായി പറയുന്നു. അതുമാത്രമല്ല, പരമാവധി 60 ദിവസം വരെ മറ്റ് ജോലികൾ നൽകരുത് എന്നും പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കും എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കാപട്യമായി മാറുമോ എന്ന ആശങ്ക തൊഴിലാളികൾക്കുണ്ട്. അതുമാത്രമല്ല, കാർഷിക സീസണിൽ ഭൂ ഉടമകൾക്ക് തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കുകയും അതുവഴി സംസ്ഥാനങ്ങൾക്ക് ഈ സമയത്ത് വേതന നിരക്ക് കുറച്ച് നിശ്ചയിക്കുന്നതിനും വഴിയൊരുക്കാൻ വേണ്ടിയാണ് ഇതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അനുവദിക്കപ്പെടുന്ന ഫണ്ടിന്റെ വിനിയോഗം ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗമോ ക്രമക്കേടോ സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് കേന്ദ്രത്തിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇതിൽ അന്വേഷണം നടത്തണമെന്നും ഫണ്ട് വേണമെങ്കിൽ തടഞ്ഞു വെക്കുകയോ ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേടുകൾ പരിഹരിക്കാൻ നിർദ്ദേശിക്കാനോ കേന്ദ്ര സർക്കാരിന് കഴിയും. അത് പലപ്പോഴും ശരിയായ രീതിയിലും അല്ല എന്നും ഒക്കെ തന്നെ പല കോണുകളിൽ നിന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്നിരുന്നാലും നിയമം പ്രാബല്യത്തിലായി 6 മാസത്തിനകം തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ പദ്ധതി തയ്യാറാക്കണം. ഇതുമാത്രമല്ല, 2047 വികസിത ഭാരതം എന്ന കാഴ്ചപ്പാടിന് അനുസൃതമായ പദ്ധതി ആയിരിക്കണം തൊഴിലുറപ്പ് പദ്ധതി. ഇങ്ങനെയുള്ള കാര്യങ്ങളും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിൽ ഊന്നിയുള്ളതായിരിക്കണം എന്നിവർ വ്യക്തമാക്കുന്നു. ഒന്ന്, ജലസുരക്ഷയും അനുബന്ധ ജോലികളും. രണ്ടാമത്തേത്, നിർണായക ഗ്രാമീണ അടിസ്ഥാന സൗകര്യം. മൂന്നാമത്തേത്, ഉപജീവന ഉപാധിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യം. നാലാമത്തേത്, അതിതീവ്ര കാലാവസ്ഥ സൃഷ്ടിക്കുന്ന ദുരന്ത പദ്ധതികളുടെ ലഘൂകരണം എന്നിവയാണത്. ഈ തരത്തിലുള്ള ഇടപെടലുകൾ നിലവിലും നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പാക്കുന്നുണ്ട്. പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കുന്ന വികസിത ഗ്രാമപഞ്ചായത്ത് പ്ലാനുകൾക്കനുസരിച്ച് തൊഴിലുകൾ ആസൂത്രണം ചെയ്യണമെന്ന ഒരു നിർദ്ദേശമുണ്ട്. ഇതിനെ ബ്ലോക്ക് തല മാസ്റ്റർ പ്ലാനുമായി സംയോജിപ്പിക്കണമെന്നാണ് ബില്ലിൽ പറയുന്നത്. പിന്നെ പ്രകൃതിക്ഷോഭം പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അനുവദനീയമായ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂട്ടുന്നതുൾപ്പെടെയുള്ള ഇളവുകൾ നൽകാൻ കഴിയും.
അതേപോലെ തന്നെ പദ്ധതി നടത്തിപ്പിനായി കേന്ദ്ര ഗ്രാമീണ റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിലിൽ ചെയർപേഴ്സണും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ പ്രതിനിധികളും പുറമെ പഞ്ചായത്തി രാജിന്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളുടെയും 15-ൽ കുറയാത്ത പ്രതിനിധികൾ, അതേപോലെ തന്നെ കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി പദവിയിൽ കുറയാത്ത ഒരു മെമ്പർ സെക്രട്ടറി ഒക്കെ പുതിയ സമിതിയിൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇതിൽ ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി നമുക്ക് സ്വീകരിക്കാം. എന്നാൽ ഭൂരിപക്ഷം തീരുമാനങ്ങളും നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഗ്രാമീണ റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോഴും സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ട് വിതരണ കാര്യത്തിൽ ഉപദേശം നൽകാനും മറ്റുമായി നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാകണം എന്നുമൊക്കെ പറയുമ്പോൾ ഈ കമ്മിറ്റികൾക്ക് വേണമെങ്കിൽ ഫണ്ടുകളുടെ കാര്യത്തിൽ ഇടപെടാനും കഴിയും. അങ്ങനെ വരുമ്പോൾ നാം നിലവിൽ നടപ്പാക്കുന്ന പല പദ്ധതികളും പകുതി വഴി നിന്നു പോകുമോ എന്ന ആശങ്കയുണ്ട്. പ്രധാനമായും ഗ്രാമസഭകൾ വെറും നോക്കുകുത്തികളായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഇതുമൂലം ഉണ്ടാകും എന്നാണ് നിലവിലുള്ള വിലയിരുത്തൽ. എന്തായാലും ഗൗരവമേറിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തും ഒപ്പം നമ്മുടെ പാർലമെന്റിലും നടന്നു വരികയാണ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഈ പദ്ധതിയിലെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റം വരുന്നതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തൊഴിലുറപ്പ് ദിനങ്ങൾ 100-ൽ നിന്ന് 125 വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ആകെ ഇതിനകത്ത് ഗുണകരമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിയെ ഭാവിയിൽ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ പദ്ധതി പോകുമോ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തുഷാരം, കേരളത്തിലെ സാധാരണക്കാരുടെ പ്രധാന ഉപജീവന മാർഗങ്ങളിലൊന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. പാർലമെന്റിൽ ഉൾപ്പെടെ ഇക്കാര്യം ചർച്ച ചെയ്തു വരികയാണ്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് വഴിവെക്കും. ഇനി നോക്കാം മറ്റു വാർത്തകൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് മന്ത്രി MB രാജേഷ്. കോടിക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് മോദി സർക്കാർ അഴിച്ചുവിട്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൂലി കൊടുക്കാതെയും വൻതോതിൽ കുടിശ്ശിക വരുത്തിയും തൊഴിൽ ദിനം വെട്ടിക്കുറച്ചുമൊക്കെയാണ് ഈ പദ്ധതി ഇല്ലാതാക്കാൻ കഴിഞ്ഞ 10 വർഷമായി BJP സർക്കാർ ശ്രമിച്ചിരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാസങ്ങൾ കൂലി കൊടുക്കാതെ കുടിശ്ശിക വരുന്നതോടെ തൊഴിലാളികൾക്ക് താല്പര്യമില്ലാതായി ജോലിക്ക് വരാതെയാകും എന്നായിരുന്നു കണക്ക് കൂട്ടിയത്. ആ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പുതിയ നീക്കം. കേരളത്തിന് 4000 കോടി രൂപയാണ് ശരാശരി ഒരു വർഷം ലഭിക്കുന്നത്. 40% സംസ്ഥാനം വഹിക്കണമെന്ന് പറയുമ്പോൾ 1600 കോടി രൂപ ഓരോ വർഷവും ബാധ്യതയായി അടിച്ചേൽപ്പിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഈ ബിൽ. ഇത് ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2004-ൽ ഇടതുപക്ഷ പിന്തുണയിൽ അധികാരത്തിലെത്തിയ 1ാം UPA ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് നടപ്പാക്കിയ പദ്ധതിയാണ്. ഇടതുപക്ഷവും UPAയും ചേർന്ന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടായിരുന്നു. ആ പൊതു മിനിമം പരിപാടിയിലാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം നടപ്പാക്കും എന്നത്, പദ്ധതി നടപ്പാക്കും എന്നതും ഉൾപ്പെടുത്തിയത്. ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം 1ാം UPA ഗവൺമെന്റ് കൊണ്ടുവരാൻ നിർബന്ധിതമായ പദ്ധതിയാണ്. അതിപ്പോ 1ാം UPA ഗവൺമെന്റിൽ ഇടതുപക്ഷ പിന്തുണ ഇല്ലാതായത് മുതൽ ഈ പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. 2ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ആ ശ്രമങ്ങൾ കൂടുതൽ തീവ്രമായി നടപ്പാക്കി തുടങ്ങി. പലതവണ അതിൽ വെള്ളം ചേർത്തു. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി അത് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ്. അതിപ്പോ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് ഇന്ന് പാർലമെന്റിൽ 12 മണിക്ക് അവതരിപ്പിക്കുന്ന പുതിയ നിയമം ഇന്ത്യയിൽ കോവിഡ് കാലത്ത് പട്ടിണി മരണം ഒഴിവാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു എന്ന കാര്യം കേന്ദ്ര സർക്കാർ മറക്കരുത്. ഗ്രാമങ്ങളിലേക്ക് മടങ്ങിയെത്തിയ കുടിയേറ്റ തൊഴിലാളികളെയെല്ലാം അവരുടെ ഉപജീവനം ഉറപ്പാക്കിയതും പട്ടിണി ഒഴിവാക്കിയതും തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ കണ്ടെത്തിയാണ്. ഈ കാലത്ത് തൊഴിലുറപ്പ് തൊഴിലുകൾ ഗണ്യമായി കുതിച്ചുയർന്നു എന്ന് കാണാനാകും. ഈ പദ്ധതിയുടെ കടക്കലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കത്തിവെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി 2005-ൽ UPA സർക്കാർ കൊണ്ടുവന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 20ാം വർഷത്തിൽ അതിന്റെ പേരും രൂപവും സ്വഭാവവും മാറ്റാനാണ് കേന്ദ്രത്തിന്റെ പുതിയ ബിൽ. ന്യൂസ് ഡെസ്ക്. വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം കാട്ടിയ യുവാവ് അറസ്റ്റിൽ. പിറവന്തൂർ സ്വദേശി രാജീവാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. ബന്ധുവിന്റെ വീട്ടിലെത്തിയ വീട്ടമ്മയെ മദ്യപിച്ചെത്തി കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നഗ്നതാ പ്രദർശനം നടത്തിയതായും പരാതിയുണ്ട്. വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം കാട്ടിയതിന് പിറവന്തൂർ സ്വദേശി രാജീവാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്.
കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വിളക്കുപാറയിൽ താമസിക്കുന്ന ബന്ധുവീട്ടിലെത്തിയതായിരുന്നു രാജീവ്. വൈകുന്നേരത്തോടെ മദ്യപിച്ചെത്തിയ രാജീവ് ബന്ധുവിന്റെ അയൽവാസിയായ വീട്ടമ്മയോട് അതിക്രമം കാട്ടുകയായിരുന്നു. സ്ത്രീയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും കടന്നുപിടിക്കുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു എന്നാണ് പരാതി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസിനോടും യുവാവ് അപമര്യാദയായി പെരുമാറിയെങ്കിലും പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്വർണ്ണ കവർച്ച. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് വീണ്ടും നീട്ടി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്. UPA സർക്കാർ കൊണ്ടുവന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും സ്വഭാവവും മാറുന്നു. പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് മന്ത്രി MP രാജേഷ്. കോടിക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് മോദി സർക്കാർ അഴിച്ചുവിട്ടിരിക്കുന്നതെന്നും മന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കൊല്ലം ജില്ലയിലെ പ്രമുഖ നേതാക്കളുടെ തോൽവി CPM-ൽ ചർച്ചയാകുന്നു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും തോൽവി സംഭവിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പരാജയപ്പെട്ടിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.